ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Red Carpet. Stay tuned for your favorite celebrity. Hey, hello, good evening. Welcome to Red Carpet with me, RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പോൾ ഇന്ന് റെഡ് കാർപ്പറ്റിൽ കാലങ്ങളായി കൈമാറി വന്ന പാചക രഹസ്യങ്ങളെ പറ്റിയും അതുപോലെ തന്നെ പുതിയ തലമുറയ്ക്ക് വേണ്ടി രുചിയിലുണ്ടാക്കുന്ന മാറ്റങ്ങളെ പറ്റിയും ഒപ്പം ഒരു പാചക യാത്രയെ പറ്റിയൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ എന്നോടൊപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് ഇന്ന് റെഡ് കാർപ്പറ്റിൽ എത്തിയിരിക്കുന്നത് കേട്ടോ. മലബാറിന്റെ രുചി പെരുമ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയ ഓരോ വിഭവത്തിനും സ്നേഹത്തിന്റെയും പാരമ്പര്യത്തിന്റെയും മണമുള്ള ചേരുവകൾ ചേർക്കുന്ന പാചകത്തെ ഒരു കലയായി കാണുന്ന ഒരു വ്യക്തി, ദ ക്വീൻ ഓഫ് മാപ്പിള കുസീൻ, ഷെഫ് ആബിദ റഷീദ്. വെൽക്കം മാം, വെൽക്കം ടു റെഡ് കാർപ്പറ്റ്. Hi, thank you for calling me. ഈ ഒരു ഇൻട്രോ മതിയോ എന്ന് എനിക്ക് ഡൗട്ടാണ് ആക്ച്വലി ഒരു വെൽക്കമിന്. ഓക്കെ, ഒരു ക്ലീഷേ ക്വസ്റ്റൻ ആണ്. പാചക ലോകത്തേക്ക് കടന്നു വരാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? പണ്ടേ പാചകം ഇഷ്ടമായിരുന്നു, പക്ഷെ കല്യാണമൊക്കെ കഴിഞ്ഞ ഇപ്പം ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് പാചകത്തോട് അടുപ്പമുള്ള ആളായിരുന്നു. അവർക്ക് പിന്നെ മാത്രല്ല ഒരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിയിലാണ് ജനിച്ചത്. അത് കാരണം അവിടെ ഫുഡിനായിരുന്നു ഏറ്റവും അധികം ഇമ്പോർട്ടൻസ്. അപ്പം കല്യാണം കഴിച്ച് പോയ വീട്ടിലും അവിടെയും ഫുഡായിരുന്നു ഇമ്പോർട്ടൻസ്. അപ്പൊ അത് കാരണം അതിലേക്ക് അങ്ങോട്ട് മുഴുകിപ്പോയി. ഓക്കെ, അങ്ങനെയാണ് ഈ പാചക ലോകത്തേക്ക് എത്തിയത് അല്ലേ? അതെ, പാചക ലോകത്തേക്ക് അത് പരീക്ഷിച്ച് നോക്കാനും. അന്നൊക്കെ ഞങ്ങൾ താമസിക്കുന്നത് കൂട്ടുകുടുംബത്തിലാണല്ലോ. ഉമ്മ ഉണ്ടാവും, ഉമ്മാന്റെ ഉമ്മ ഉണ്ടാവും, ഗ്രാൻഡ് മദർ ഉണ്ടാവും. അപ്പം അവരൊക്കെ ഒരുപാട് സ്ട്രെസ് കൊടുക്കുന്നത് കിച്ചണിലേക്കാണ്. കിച്ചണിലെ കാര്യങ്ങള്, അവിടെ ആൾക്കാരെ എന്റർടൈൻ, അന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ബെസ്റ്റ് ഓഫ് തിങ്സ് കൊടുക്കുക. ഇതൊക്കെ ആയിരുന്നല്ലോ അവരുടെയൊക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്ലഷർ ഓഫ് ഡൂയിങ് സംതിങ്, ഷോയിങ് ഓഫ് ദം ദിയർ ടാലന്റ് അറ്റ് ഹോം. ആ ഒരു കാലഘട്ടത്തിലാണ് ഞാനും വന്നത്. അപ്പോ നമ്മൾ ഈ കുക്കിങ്ങിന്റെ കാര്യം പറയുമ്പോഴേ ഇപ്പൊ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഒരു കല്യാണം ആണെങ്കിൽ പോലും പെൺകുട്ടികൾ കൃത്യമായിട്ട് അല്ലെങ്കിൽ വ്യക്തമായിട്ടും കുക്കിംഗ് പഠിച്ചിരിക്കണം എന്നുള്ളത് ആക്ച്വലി ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആവശ്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പെൺകുട്ടികൾ മാത്രമല്ല, ആക്ച്വലി ആൺകുട്ടികളും മസ്റ്റ് ആയിട്ട് എന്താണ് കുക്കിംഗ് പഠിച്ചിരിക്കണം അല്ലേ? ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള കണക്കില്ല, വയറല്ലായിരുന്നു ഒന്ന് തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. നമ്മളിപ്പോ ഡിഫറൻസ് എന്ന് പറഞ്ഞാല് മെയിൽ ഫീമെയിൽ എന്നുള്ള ഡിഫറൻസ് ദൈവമായിട്ട് ഉണ്ടാക്കിയതാണ്. അത് ഒരാൾ ഇന്നത് ചെയ്യണോ ഒരാൾ ഇന്നത് ചെയ്യേണ്ടെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പൊ സ്ത്രീ തന്നെ വീട്ടിലിരുന്നിട്ട് കുട്ടികളെ നോക്കണം, അവരെ ഭക്ഷണം ഉണ്ടാക്കാൻ പാടുന്നൊന്നും പറഞ്ഞിട്ടില്ല. ചില ആണുങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് ഇങ്ങനത്തെ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരും ഉണ്ടാവും. അതിനെ നമ്മൾ അങ്ങോട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് ഇത് ഇവള് ചെയ്യേണ്ട ജോലിയാന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല, ഒരു ഹിസ്റ്ററി പറയുന്നില്ല അങ്ങനെ. അപ്പോൾ നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കുമ്പോഴേ നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിഞ്ഞാൽ മാത്രം പോരാ. ടേസ്റ്റ് വരണമെങ്കിൽ അത് ഉണ്ടാക്കാനെടുത്ത ഇൻഗ്രീഡിയൻസ് അത്രത്തോളം പ്രാധാന്യമുണ്ടല്ലേ? പക്ഷെ അത്രത്തോളം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഞാൻ മാം പറഞ്ഞത് കേട്ടിട്ടുണ്ട്, വെസൽസ്, നമ്മൾ എടുക്കുന്ന പാത്രങ്ങൾ അല്ലേ? സോ വാട്ട്സ് എ റിലേഷൻ ബിറ്റ്വീൻ എ ടേസ്റ്റി ഫുഡ് ആൻഡ് എ ബെറ്റർ വെസൽ? പാത്രം മീൻസ് ഇറ്റ്സ് മെറ്റൽ, അല്ലെങ്കിൽ മണ്ണ്, ഓട്, ഇങ്ങനത്തെ മെറ്റൽസും റിയാക്ഷൻസ് ഉണ്ടാവും. എവറി മെറ്റൽ റിയാക്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചില പാത്രങ്ങളിൽ പണ്ട് പൂർവികരാണെങ്കിൽ ഞങ്ങൾക്ക് ഈ കാസ്റ്റും, ഇപ്പം ചീനച്ചട്ടി ആണെങ്കിൽ കാസ്റ്റ് ഉണ്ട്, അയേൺ ഉണ്ട്. ഓട് പാത്രമാണെങ്കിൽ ഈയം പൂശിയ പാത്രം ഉണ്ട്, ഈയം പൂശാത്ത പാത്രം ഉണ്ട്. ഇന്നെന്ന ഓട്ടിലെ ഇന്നെന്ന സാധനം ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നൊക്കെ നമുക്ക് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഉരുളിയിൽ കുക്ക് ചെയ്യേണ്ട സാധനം ഉരുളിയിൽ തന്നെ കുക്ക് ചെയ്യണം. ആ കൺസിസ്റ്റൻസി ശരിയാവാൻ നമ്മൾ എപ്പോഴും ഒരു ഗ്രേവി കഴിക്കുമ്പോൾ നമ്മൾക്ക് ആ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി ഭയങ്കര ഇഷ്ടമാണല്ലോ. ചില സമയത്ത് നമുക്ക് സോസി ആവണം. ആ സോസി എഫക്റ്റ് ഒക്കെ കറിയിൽ കിട്ടണമെങ്കിൽ അതത് വെസൽ ആൻഡ് മെറ്റൽ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇപ്പൊ മീൻ ഉണ്ടാക്കുകയാണെങ്കിൽ ചട്ടിയിലാണ് നല്ലതെന്ന് പറയുന്നത്. ചട്ടി ഹാസ് പോൾസ്, മണ്ണിന്. നമ്മളത് ചട്ടി കുറച്ചു നേരം ഗ്യാസിൽ വെച്ചിട്ട് ഓഫ് ചെയ്താലും ഒരു 2-3 മിനിറ്റ്സ് ചട്ടി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. അതിന്റെ റെസിസ്റ്റൻസി ഓഫ് ഹീറ്റ് ആണ് അത് കാണിക്കുന്നത്. മാത്രമല്ല എന്ത് ഫുഡും അതിൽ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടുവരില്ല. ഇതെല്ലാം വരുന്നത് ഈ ഒരു മെറ്റാലിക് ഇതാണ്. ഇപ്പൊ ഞാൻ സാധാരണ പറയും, ഞങ്ങൾ ചട്ടകം ഉപയോഗിക്കുന്നുണ്ട്. ചിലപ്പോ പ്ലാസ്റ്റിക് ചട്ടകായിരിക്കും, ചിലപ്പോ ഇരുമ്പിന്റെ ചട്ടകായിരിക്കും. എന്തായാലും നമ്മൾ അതിന്റെ മേലെ ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട് അല്ലെ, ചട്ടകം കൊണ്ട് വാട്ടാനൊക്കെ. എന്റെ മലയാളം ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. നിങ്ങൾ കൊല്ലക്കാർക്ക് ഞങ്ങൾ മലയാളം തിരിയോന്നുള്ളത് എനിക്കറിയില്ല. ഒരു മലബാറി മലയാളമാണ് ഞാൻ പറയുന്നത്. അപ്പൊ വാട്ടുക എന്നൊക്കെ പറയുമ്പോ വാട്ട് ഇസ് ദാറ്റ് വേർഡ് എന്നുള്ള ഒരു ക്വസ്റ്റ്യന് ഉണ്ടാവും അവിടെ. നമ്മൾ സോത്തെ ചെയ്യുന്ന സമയത്ത് ലോട്ട് ഓഫ് ഫ്രിക്ഷൻ ഇസ് ഹാപ്പനിങ് അല്ലേ?
മെറ്റൽ ടു മെറ്റൽ. എന്തായാലും ഒരു ചെറിയ സ്പാർക്കിൾ ഓഫ് ദാറ്റ് വിൽ ബി എൻട്രിങ് ഇൻ ടു നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിലേക്ക് വരൂലേ. അപ്പൊ അന്നൊക്കെ ചിരട്ടക്കൈയിലാണ് ഏറ്റവും നല്ലത്, അല്ലെ മരത്തിന്റെ സ്പൂൺസ്. അതൊക്കെ വരുന്ന സമയത്ത് ആ ഫ്രിഡ്ജിനോട് ഒഴിവായില്ലേ. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ആരും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. വെറും പച്ചക്കറിയിൽ വെച്ചടിക്കുന്നുണ്ടെന്ന് മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. ഇതിന് മുന്നിൽ ഒരു സയന്റിഫിക് തിയറി ഒന്നും ആരും നോക്കിയിട്ടില്ല അല്ലേ? ഇല്ല, എല്ലാവരുടെ വീട്ടിലും ഒരു കട്ടിംഗ് ബോർഡേ ഉണ്ടാവും, റൈറ്റ്? അതെ അതെ. അത് കണ്ടാമിനേറ്റഡ് ആവും കട്ടിംഗ് ബോർഡ്. ലൈക്ക് നമ്മളിപ്പോ പച്ചക്കറി മുറിച്ച് അപ്പൊ ആദ്യം തന്നെ മീറ്റ് മുറിച്ച് നമ്മുടെ കട്ടിംഗ് ബോർഡിന്റെ മേലെ ഇറ്റ്സ് ആഫ്റ്റർ ഓൾ പ്ലാസ്റ്റിക്. അപ്പം നമ്മൾ കത്തി ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ഗ്രൂവ് വരും. ആ കത്തിയുടെ ആ മുറിച്ച് ചിലപ്പോ ആ ഗ്രൂവിൽ തട്ടും. ആ പച്ചക്കറി മുറിച്ച് ഞങ്ങൾ മാറ്റി വെച്ച് അടുത്തത് നമ്മൾ ചിലപ്പോൾ മീറ്റ് ആയിട്ട് അതിന്റെ മുകളിൽ കട്ട് ചെയ്യാം. ആ മീറ്റ് കട്ട് ചെയ്ത് ചെറിയ ചെറിയ എന്തെങ്കിലും മൈന്യൂട്ട് മോളിക്കുലർ അതിൻ്റെ അകത്ത് ഉണ്ടാവും, ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കും. നമ്മൾ പച്ചക്കറി കുക്ക് ചെയ്യുമ്പോൾ ഇത്ര ഡിഗ്രി വരെ അത് കുക്ക് ചെയ്യുള്ളൂ. മീറ്റ് കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്ര ഡിഗ്രി കുക്ക് ചെയ്താലേ അതിൻ്റെ അകത്തുള്ള ബാക്ടീരിയാസ് അതൊക്കെ പോവുള്ളൂ. അവിടെ മുതൽ കണ്ടാമിനേഷൻ തുടങ്ങി. അപ്പൊ ഇങ്ങനത്തെ ബേസിക് ലെസൺസ് ഒന്നും നമ്മൾ പഠിക്കുന്നില്ല ഈ കുക്കിങ്ങിന്റെ കാര്യത്തില്. ഇതൊരു ഇമ്പോർട്ടന്റ് സബ്ജക്ട് സച്ചാണ് ലൈക്ക് ലൈഫില്. ഇത് ഹാസ് ടു ബി കൺസിഡേർഡ്. ഒരു മനുഷ്യന് ജീവിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഒരു പാടാണല്ലോ. വെറും സയൻസിൽ മാത്രം പഠിച്ചാൽ പോരാ. ഒരു വീട്ടില് ഒരു ജനറേഷനായിട്ട് ക്യാരി ഓവർ ചെയ്ത് പോകേണ്ട ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുപോയി ജനറേഷനായിട്ട്. വി പുട്ട് അവർസെൽസ് മോർ ഇൻ ടു എന്താ പറയാ ബുക്കിൽ പഠിക്കാൻ. പ്രാക്ടിക്കലി നോളജ് കുട്ടികൾക്ക് കൊടുത്തില്ല ജനറേഷന്. മേ ബി ഇത്രയും ജനറേഷന് മുന്നേ ദേ ഹാഡ് ഇനഫ് ടൈം ഫോർ ക്യാരി ഓവർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ആ കുട്ടി വീട്ടില് ഗ്രാൻഡ് മദറിന്റെ കൂടെ അടുക്കളയിലും ഉണ്ടായിരുന്നു. ആ കുട്ടി ഞാനൊരു ചെറിയ കുട്ടിയാവുമ്പോ അത് കണ്ട് കേട്ട് പഠിക്കുകയാണ്. ബുക്കില് നമ്മള് ബൈഹാർട്ട് പഠിക്കുകയല്ല. എവറി ഡേ ദിസ് ഇസ് ബീങ് നോട്ടഡ് ഇൻ വേരിയസ് പ്രോസസ്സസ് ഓഫ് കുക്കിംഗ് വെൻ യു ആർ ദേ വിത്ത് യുവർ പേരൻസ്. നമ്മുടെ കേരളത്തിന്റെ ഒരു വികാരമാണ് ഈ ഫസ്റ്റ് വൺ പൊറോട്ട ആൻഡ് ബീഫ് എന്ന് പറയുന്നല്ലേ. സെക്കൻഡ് വൺ നോക്കുവാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടം ചിക്കൻ ബിരിയാണിയാണ്. ഇപ്പൊ ഒരു ചെറിയ കുട്ടിയോട് ചോദിക്കുവാണ് വിച്ച് ഇസ് എ ഫേവറേറ്റ് ഫുഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയുന്ന ഉത്തരം ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ഒരു ചിക്കൻ ബിരിയാണി, ഒരു നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ? നല്ലൊരു ചിക്കൻ ബിരിയാണി തിന്നണമെങ്കിൽ എപ്പോഴും ഒരു ബിരിയാണി തിന്നണം എന്നുള്ള ആഗ്രഹം കുട്ടിയായാലും അതിന് പിന്നെ ബാക്കി അറിയില്ല. സന്തോഷമുള്ള സമയം അതിനുള്ളൂ അല്ലേ? അതെ അതെ. അപ്പൊ ഒരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്നതും ഒരു ഹാപ്പിനെസ് ചിന്തിക്കുന്ന ഒരു സമയത്തും നല്ലത് ചിന്തിക്കുമ്പോഴാണ് ബിരിയാണി പുറത്തേക്ക് വരിക. അല്ലാണ്ട് ദേഷ്യം പിടിക്കുമ്പോൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടാന്ന് പറഞ്ഞാൽ അത് ബിരിയാണി ആവൂല. ഇല്ല ഒരിക്കലും. ഇറ്റ്സ് എ സോർട്ട് ഓഫ് വേവ് ലെങ്ത് ആണ് അത് ആക്ച്വലി സ്പീക്കിംഗ്. അതിനകത്തേക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടല്ലോ അത് ഉണ്ടാക്കുമ്പോ ഐ എം മേക്കിംഗ് ഇറ്റ് ഫോർ സംവൺ അല്ലെങ്കിൽ ഫോർ മൈസെൽഫ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഐ വോണ്ട് ടു ട്രീറ്റ് മൈസെൽഫ്. ഇറ്റ്സ് ട്രീറ്റ്. ഐ എം ട്രീറ്റിംഗ് മൈസെൽഫ്. Or maybe I'm treating my family. നമുക്ക് നല്ലൊരു ബിരിയാണി കഴിക്കാം. We are eating together. We are eating together. We are cooking like ആ കുക്കിങ്ങിന്റെ അറോമാസ് അതെല്ലാം നമുക്ക് മെന്റലി ഒരുപാട് ഇതിനെ നമ്മളെ സ്ട്രൈക്ക് ചെയ്യും. നമ്മളെ സെൻസ് ഓർഗാൻസിനെ ലൈക്ക് ഒരു മെന്റൽ ഒരു പ്രിപ്പറേഷൻ ഉണ്ടാവും ടു ഹാവ് ദാറ്റ് ഓൾസം ഫുഡ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ബിരിയാണി. That makes a biryani more perfect. Even though you cook it lazy, it doesn't come out well. You cook it with lots of pleasure. ആ ഒരു എന്തായാലും പറയാ ഒരു വാക്കുകളിൽ കൂടെ അതിന്റെ ഉള്ളിലേക്ക് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട്. It's not words, it's a lot of expression which is coming out. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് അബിദാത്തന്റെ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഫേമസ് ആണ്. അപ്പോൾ എന്താണ് പ്രത്യേകിച്ച് ചെയ്യുന്ന ആ ബിരിയാണിക്ക്? ഒന്നും അധികം ഉപയോഗിക്കാണ്ടിരിക്കുക, അതാണ് ഏറ്റവും ബെസ്റ്റ്. അതാണ് ഏറ്റവും ബെസ്റ്റ്. ആവശ്യത്തിനുള്ള സാധനങ്ങൾ മതി. നമുക്കിപ്പോ ഒരു ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുറച്ച് നല്ല പുളി വേണം, എരിവ് വേണം, ഉപ്പ് വേണം അല്ലേ? ഒരുപാട് മസാല ഇട്ടിട്ട് എന്താ കഴിക്കണമെന്ന് മനസ്സിലാവാണ്ടൊക്കെല്ലാം നമ്മളെ പോയിന്റ് ഓഫ് മേക്കിംഗ് സംതിങ്. ലൈക്ക് ഐ സ്പെൻഡ് മണി ഓൺ മട്ടൺ. ഓക്കെ, ആ മട്ടണ് തിന്ന ഒരു ഫീല് കിട്ടണ്ടേ? തീർച്ചയായിട്ടും. എക്സ്ട്രാ ഓർഡിനറി മസാല അതിൽ പോയി കഴിഞ്ഞാൽ wouldn't the masala spoil the whole thing? Not knowing whether you're eating chicken, mutton or what you're eating എന്ന് അറിയുന്നില്ല. മസാല മേലോട്ട് നിൽക്കുന്നത് that shouldn't happen. ആക്ച്വലി എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ട്രാവൻകോട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇവിടെയൊക്കെ കുറച്ച് മസാല കുറച്ച് അധികമാണ്, അതിപ്രസരമാണല്ലേ? മാത്രമല്ല അരി ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു പർട്ടിക്കുലർലി നമ്മൾ കുറച്ചും കൂടി ഒരു പേർഷ്യൻ കൾച്ചറിൽ നിന്നുള്ള ഒരു ഇതിലാണ് ഈ ബാസ്മതി റൈസിന് പ്രത്യേകത കൊടുക്കുന്നത്. ലോങ് ഗ്രീൻ റൈസ്, അതിന്റെ ഫ്ലേവർ ഇസ് എക്സ്ട്രീംലി ഡിഫറെന്റ്. അത് കുറച്ചും കൂടിയും വേറെ തന്നെ മാതിരിയുള്ള ഒരു കുക്കിംഗ് സ്റ്റൈലാണ്. പക്ഷെ ഇവിടെ നമ്മള് കേരളത്തിൽ പ്രത്യേകിച്ചും മലബാർ ഭാഗത്തൊക്കെ ഞങ്ങൾക്ക് ഈ അരി
അരിയേ ഇല്ല, ബാസ്മതി ഇല്ല. ഈ ചെറിയ കൈമ റൈസ്, അതിന്റെ ഒരു ഫ്ലേവറിങ് ഉണ്ടല്ലോ, അതിന്റെ കൂടെ ആ നെയ്യും മേർജ് ചെയ്യുമ്പോൾ വരുന്ന ഒരു വാസനയാണ്, അതിന്റെ ഒരു കുക്കിംഗ് സ്റ്റൈലാണ് മലബാർ ഭാഗത്തുള്ള ബിരിയാണിയുടെ പ്രത്യേകത. അപ്പോൾ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ അറേബ്യൻ ഫുഡിന്റെ ഒരു വലിയ ഇൻഫ്ലുവൻസ് നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ കാണുന്നുണ്ട്. ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ഒക്കെ ഈവൻ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ ഈ ഒരു ഇൻസ്റ്റാഗ്രാം ലൈഫാണല്ലോ. അപ്പോൾ അതിലൂടെ പ്രശസ്തമായ കുറച്ച് ഫുഡാണ് ഈ ഒരു മന്തി, ഷവർമ, അങ്ങനെയുള്ള കുറച്ച് അറേബ്യൻ ഫുഡ്. അപ്പോൾ ആക്ച്വലി ഈ അറേബ്യൻ ഫുഡ് എന്ന് പറയുന്നത് എത്രത്തോളം ഹെൽത്തിയാണ്? ഹെൽത്തി എന്നുള്ളത് അല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇറ്റ്സ് മോർ ഓഫ് ഇക്കണോമിക്കൽ ആസ്പെക്റ്റാ. ഒരു നല്ലൊരു ബിരിയാണി വയറ് നിറയെ തിന്നണമെങ്കിലേ ഇറ്റ് ഇസ് മോർ എക്സ്പെൻസീവ് ദാൻ ഹാവിങ് മന്തി. അപ്പൊ ഇപ്പത്തെ ഒരു കാര്യത്തിൽ പറയണം, മന്തിക്ക് ഉള്ളി വേണ്ട, പച്ചമുളക് വേണ്ട, നെയ്യ് വേണ്ട, ഓയില് വേണ്ട, ഒരുപാട് സാധനങ്ങൾ വേണ്ട. അതിന്റെ കൺസ്യൂം ചെയ്യുന്ന റൈസ് ഉണ്ടല്ലോ, അതിന്റെ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ അതൊരു 50-60 റുപ്പീസ് ഒക്കെ റൈസിന് വരൂ. നേരെ മറിച്ച് ഒരു ബിരിയാണിയുടെ ഒറിജിനൽ നല്ല കൈമ റൈസ് വാങ്ങണം 200 റുപ്പീസ് കൊടുക്കണം പെർ കിലോന്. And meat as such is cooked in such a way, അതിൽ വലിയ സ്പൈസസും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ കേരളത്തിലുള്ള ആൾക്കാരൊക്കെ പണ്ട് കാലത്ത് ലൈക്ക് ബിഫോർ ഒരുപാട് ഏടി ബാക്കോട്ട് നോക്കുകയാണെങ്കിൽ അന്ന് നമ്മൾ കുറച്ച് വെജിറ്റേറിയനും ഫിഷ് ഈറ്റിംഗും ആയിരുന്നു. നമുക്ക് ഇങ്ങനെ കോഴി തിന്നാനോ ആട് തിന്നാനോ ഒന്നും ഇല്ല. We never knew that. ഈ കോഴി എന്ന് പറയുന്ന സാധനം പോരിന് ഉപയോഗിക്കുന്നതായിരുന്നു, കോഴിപ്പോര്. അതൊരു ഡൊമസ്റ്റിക്കേറ്റഡ് ഫാക്ടർ അല്ലായിരുന്നു നമുക്ക്. അന്നൊന്നും കോഴി ഫാമും കോഴിനെ വളർത്തലും കോഴിനെ കഴിക്കുന്നില്ല. സീ വാസ് മോർ ഓഫ് എ വെജിറ്റേറിയൻ. കടലിൽ നമുക്ക് വെജിറ്റേറിയൻ ആയിരുന്നു, മീന്. അപ്പം ഈ അറബ്സ് നമ്മുടെ നാട്ടിലേക്ക് വരാൻ തുടങ്ങിയപ്പോഴും ഈ പോർച്ചുഗീസും ഇവരൊക്കെ ഇൻവൈഡ് ചെയ്ത് വരാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഒറിജിനലി ഈ മാംസം കഴിക്കാൻ തുടങ്ങിയത്. കോഴി ഡൊമസ്റ്റിക്കേറ്റഡ് ആയി, മെല്ലെ മെല്ലെ ആടായി. ബീഫ് ഐ തിങ്ക് റിലീജിയസ്ലി കുറച്ചൊരു മീറ്റിനോട് കുറച്ച് ഒരു ഇതായോണ്ട് ബീഫ് വാസ് ലോ. ബട്ട് വെൻ പീപ്പിൾ ഫ്രം ഔട്ട്സൈഡ് കെയിം, ദേ ടോട്ട് us how to eat meat. They brought in the rice. നമ്മുടെ അടുത്ത് ഇവിടെ അരി ഉണ്ടായിരുന്നില്ല, അരി വന്നു. ആൻഡ് അറബ്സ് ആണ് നമുക്ക് ഈ ചോറ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്. പക്ഷെ വി ഹാവ് ദ ബെസ്റ്റ് സ്പൈസസ് വിത്ത് us അല്ലേ? നമ്മളെ ഏലക്കായ്, പട്ട, പൂവൊക്കെ നമ്മൾ അതിനെ ഒന്നും കൂടി മുൻചാക്കി. എന്ത് ഈ ഏലക്കായും പട്ടയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വി ഗേവ് ഇറ്റ് ബെറ്റർ ഫീൽ ടു ദാറ്റ്. അപ്പൊ അറബി തിരിച്ചു വന്നപ്പോ ഹാറ്റ്സ് ഓഫ് ടു യു, യു മേഡ് എ ബെറ്റർ പ്രിപ്പറേഷൻ ദാൻ us എന്ന് പറഞ്ഞ ഒരു കാര്യമാണ് നമ്മുടെ ബിരിയാണി. വൈ ആർ വി ഗോയിങ് ടു ഈ മന്തി കാര്യങ്ങളൊക്കെ? വൈ ആർ വി ഗോയിങ് ബാക്ക് when we have such a lovely thing which we can give them? We always forget ourselves. നമ്മളുടെ മലബാറിലൊക്കെ ആണെങ്കിൽ നമ്മളുടെ തനിമയും നമ്മളുടെ കൾച്ചറും നമ്മളുടെ ആ ഒരു പ്രൗഡി ഉണ്ടല്ലോ, എല്ലാം നമ്മൾ വിട്ടുകൊടുക്കുക. വൈ ഡു വി വോണ്ട് വെസ്റ്റേണേഴ്സ് ആൻഡ് അതർ പീപ്പിൾ ടു കം ആൻഡ് അവരുടെ സാമ്രാജ്യം നമ്മളുടെ അടുത്താക്കുന്നത് എന്തിനാ? അപ്പൊ നമ്മുടെ മക്കളും അത് കഴിച്ചു പഠിക്കുക. ഒരു ഷെഫ് എന്ന നിലയിൽ ഈ ടേസ്റ്റിനൊപ്പം ഹെൽത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണമല്ലോ. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി ഫുഡ് എന്താണ്? ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ച് കേരളത്തിലുള്ള ഭക്ഷണം വിഭവങ്ങളൊന്നും ഒരുപാട് നെയ്യും എണ്ണയും ഒന്നുമില്ല പ്രിപ്പറേഷൻസ് ഒന്നുമല്ല കമ്പയർഡ് ടു അതർ പാർട്സ് ഓഫ് ദ വേൾഡ്. ബിക്കോസ് അവിടെയൊക്കെ നോക്കുന്ന ഒരുപാട് ബട്ടർ, ചീസ്, വെരി വെരി ഹൈ പ്രോട്ടീൻ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. വേറെ ഈവൻ യു ഗോ ടു നോർത്ത് ഇന്ത്യ, ബട്ടർ ചിക്കൻ ആണെങ്കിലും എന്ത് പ്രിപ്പറേഷൻ ആണെങ്കിലും എപ്പോഴും ഓയിൽ ഒരു ഇഞ്ച് മേലോട്ട് നിന്നിട്ടാണ് കറീസ് ഉണ്ടാവുക അല്ലേ? നേരെ മറിച്ച് കേരളത്തിൽ നമ്മൾ കഴിക്കുന്ന ഫുഡില് വെരി ലെസ് യൂസ് ടെമ്പറിങ് ആ. നമുക്ക് അല്ലെങ്കിൽ ഒരു കടുക് വറുത്തൊഴിക്കല, ദാറ്റ് ഇസ് ജസ്റ്റ് സ്പൂൺ ഓർ ടേബിൾ സ്പൂൺ ഓർ 2 ടേബിൾ സ്പൂൺ ഓഫ് ഓയിലേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ആൻഡ് ദിസ് കുക്കിംഗ് സ്റ്റൈൽ, ദ അരോമാസ് ആർ വെരി ഡിഫറെന്റ് വെൻ കമ്പയർഡ്. അപ്പം നമ്മളുടെ ഇവിടുത്തെ സാധാരണ നമ്മുടെ ചോറാണെങ്കിലും മീൻകറി ആണെങ്കിലും അതൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുന്നതൊക്കെ മോർ ഹെൽത്തി ഫുഡാ. Only once in a way you tend to have a biryani which is a little heavier. It's not an everyday meal, right? അപ്പോൾ ഇവിടുത്തെ ഫുഡ് നമ്മുടെ ലൈഫ് സ്റ്റൈലില് ചക്കക്കാലം ചക്ക, മാങ്ങക്കാലം മാങ്ങ, അങ്ങനെ നമ്മൾ പോവുകയാണെങ്കിലല്ലേ നമ്മളുടെ ഭയങ്കര ഹെൽത്തി ഡയറ്റാ. അപ്പോൾ മാമിന്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ടിപ്പ് പറഞ്ഞുതരുമോ? ഒരു മസാലക്കൂട്ട് എന്തെങ്കിലും പറഞ്ഞു തരുമോ? പറയാലോ, അതിനെന്താ. ഈ മസാലക്കൂട്ട് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എന്ത് കറി ഉണ്ടാക്കുമ്പോഴും ഞാൻ പറയും, എന്തിനാ കടുക് എന്നുള്ളത് മിക്ക ആൾക്കാർക്കും അറിയില്ല. ഈ കടുക് എന്ന് പറയുന്ന സാധനം എണ്ണയിലിട്ടാ പൊട്ടണം, അത് പൊട്ടുന്ന വരെ വെയിറ്റ് ചെയ്യണം.
ഓക്കെ. അത് പൊട്ടാഞ്ഞാൽ അതിനെ കൊണ്ടുള്ള ഗുണം ബുദ്ധിമുട്ടുള്ള ഗുണം അത് കഴിക്കും. ഓക്കെ, അപ്പൊ കടുക് പൊട്ടാനുള്ളതാണെന്ന് മനസ്സിലാക്കണം. രണ്ടാമത് ഏത് കറി ഉണ്ടാക്കുമ്പോഴും അത് നന്നാവണമെങ്കിൽ എവറി വെജിറ്റബിൾ ആസ് എ സ്റ്റേജ് വെർ ഇറ്റ് ബ്ലെൻഡ്സ് ഇൻ ടു യുവർ കറി. ലൈക്ക് ഉള്ളി നമ്മൾ മുറിച്ചിട്ട് നമ്മൾ എപ്പോഴും ഉള്ളി വാട്ടും, നമ്മൾ സോട്ടേ ചെയ്യും അല്ലേ? ഈ സോട്ടേ ചെയ്യുന്ന പ്രൊസീജിയർ അതിന്റെ ടൈം കൊടുക്കണം, അത് സ്പ്ലിറ്റ് ചെയ്ത് മേർജ് ആവാന്. നമുക്ക് തിരക്കുണ്ടെന്ന് വെച്ചിട്ട് ഫ്ലെയിം കൂടുതൽ വെച്ചിട്ട് അലുമിനിയം ചട്ടിയിൽ ഇട്ടിട്ട് ഉള്ളി ഭയങ്കരമായിട്ട് വാട്ടിക്കഴിഞ്ഞാൽ അത് ബേൺഡ് ആവും. ബേൺഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കറി സ്വീറ്റ് ആവും. അപ്പം ഈ ഉള്ളി തന്നെ അതിനകത്തുനിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫ്ലേവർ ഓർ കറി ബേസ് വരുന്നത് ഉള്ളിനെ കൊണ്ടാണ്. ആ ഉള്ളിനെ പ്രോപ്പർലി ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തുടക്കം മുതലേ നമ്മളെ കറിയുടെ ആ ബേസ് പോയി പോകും. അപ്പൊ നമ്മൾക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് ഗിവ് ഇറ്റ് ദാറ്റ് ഇമ്പോർട്ടൻസ്, ഗിവ് ദ കോൺസെൻട്രേഷൻ, ലുക്ക് ഇൻ ടു വാട്ട് യു ആർ ഡൂയിങ്. ഇപ്പൊ നമ്മൾ ഒരു ചട്ടിയിലിട്ടിട്ട് തേങ്ങ വറുക്കുക, വറുത്തരച്ചൊരു കറി ഉണ്ടാക്കാന്ന് വെച്ചു. അപ്പൊ നിങ്ങൾ തേങ്ങ വറുക്കുക. തേങ്ങ വറുക്കുമ്പോൾ എല്ലാ തേങ്ങയുടെ ആ ക്രേപ്റ്റ് കോക്കനട്ട് ഒരേ കളറിൽ പിടിക്കണം. അത് കുറച്ച് സ്ഥലത്ത് ചുവപ്പായിരിക്കും, കുറച്ച് സ്ഥലത്ത് വെള്ളയായിരിക്കും. അങ്ങനെ ആവാൻ പാടില്ല. അത് ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ കടുക് പൊട്ടിക്കുന്നത്, തേങ്ങ വറുക്കുന്നത്, ഇങ്ങനത്തെ ലെസൺസ് എല്ലാ റെസിപ്പീസും വളരെ നമ്മൾ പൂർവികന്മാര് ചെയ്തിരുന്നതൊക്കെ കറക്റ്റ്. അതിലൊന്നും നമുക്ക് ഒരുപാട് ചേഞ്ചസ് ഒന്നും വരുത്താനില്ല. പക്ഷെ നമ്മൾ ഓരോ ചെയ്യുന്ന സമയത്തും നമ്മൾ ആ ഒരു പ്രോഡക്റ്റിനെ പഠിക്കണം. ഇപ്പൊ ഉള്ളിക്ക് ഒരുപാട് സമയം വേണം, വെളുത്തുള്ളിക്ക് കുറച്ച് സമയം മതി, ഇഞ്ചി ചതച്ചക്കാട്ടി കുറച്ച് സമയം മതി. അപ്പൊ യു ലവ് യുവർ തിങ്സ് വാട്ട് യു ആർ യൂസിങ് ആൻഡ് ലേൺ ഹൗ ദേ ബിഹേവ് വിത്ത് യു ഇൻ യുവർ കറി. ദാറ്റ് ഇസ് എ ലെസൺ. ബേസിക് ലെസൺസ് പഠിക്കാത്തോണ്ടുള്ള കുഴപ്പമാണ്. ലൈക്ക് when you write ABCD, right, your teacher helps you to catch the pen and make sure ആ A കറക്റ്റ് ആയിട്ട് എഴുതിയെന്നുള്ളത് അല്ലേ? ഒരു വര അങ്ങോട്ട് എഴുതി, ഒരു വര ഇങ്ങോട്ട് എഴുതി, നടുവിലൊരു വര ഇട്ടാൽ ക്യാപിറ്റൽ A ആവുള്ളൂ അല്ലേ? അപ്പൊ ഒരു ഉള്ളി വാട്ടുക എന്ന് പറഞ്ഞാൽ അതേമാതിരി ഒരു പഠിപ്പല്ലേ? തീർച്ചയായിട്ടും. അതിനാരും ഇതുവരെ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. ഒരു വീട് ഉണ്ടാക്കുമ്പോ അടക്കള ഒരു ബാക്കില്, അത് അവിടെ ആയിക്കോട്ടെ, അതിന്റെ ഫെസിലിറ്റി ആരും നോക്കുന്നില്ല. യെസ്, so that is an important place. You spend most of your time ആ കിച്ചണില്. ഇഫ് യു ആർ ഒരു ഫുഡ് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ആ കിച്ചണിന്റെ കംഫർട്ട് ലെവല് അവിടെ കൂട്ടുക, അതിലേക്ക് കുട്ടികളെയും കൂടി വെൽക്കം ചെയ്യുക. അതൊരു ഒരു കുടുംബത്തിന് യോജിപ്പുണ്ടാവുന്ന ഒരു സ്ഥലമായിട്ട് കണക്കൂട്ടുക. കുടുംബത്തിലാണായാലും പെണ്ണായാലും കുട്ടികളായാലും കിച്ചണിൽ കയറണം. അതൊരു വീട്ടിന്റെ ഐശ്വര്യമുള്ള ഒരു സ്ഥലമാവണം. അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് ഉണ്ടാക്കുമ്പോഴേ അപ്പോൾ അതിന്റെ ഇൻഗ്രീഡിയൻസിന് ഒരു വലിയ പ്രാധാന്യമുണ്ട്. സോ അങ്ങനെ ഇൻഗ്രീഡിയൻസിന് പ്രാധാന്യം നൽകുന്ന കുറച്ച് ഡിഷസ് ഏതൊക്കെയാന്ന് പറയാൻ പറ്റുമോ? നമ്മള് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആകെ ഉപ്പ്, മുളക്, വെളിച്ചെണ്ണ, ഇത് മൂന്നുണ്ടെങ്കിൽ ഒരു ഡിഷ് ഉണ്ടാക്കാം. തീർച്ചയായിട്ടും. പിന്നെ എത്രത്തോളം നമ്മൾക്ക് അത് മാത്രം ഉണ്ടെങ്കിലും ഒരു കറിയാവും. ആക്ക് ചോറ് വെച്ചിട്ട് കഞ്ഞിൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ അതിൽ ഇത്തിരി വെളിച്ചെണ്ണയും ഇത് ഇട്ടിട്ട് മുളക് പൊടി ഇട്ടാലും ഒരു കറിയാക്കാം. മിനിമലിസ്റ്റിക് ഓഫ് ഇൻഗ്രീഡിയൻസ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ കേരള ഫുഡിലുള്ളത്. മറ്റു ഫുഡിലൊക്കെ ആക്ച്വലി നമ്മൾ പല മസാലപ്പൊടികളും കാണുന്നില്ലേ? ഒരു ഷോപ്പിൽ, ഒരു സൂപ്പർ മാർക്കറ്റിന്റെ റാക്ക് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ മസാലകളുണ്ട്. മീറ്റ് മസാല, ഫിഷ് മസാല, ചിക്കൻ മസാല, ബീഫ് മസാല, എവറിത്തിങ് ഹാസ് വൺ മസാല, റൈറ്റ്? അത്ര മസാല ഉണ്ടോ? ആവശ്യമുണ്ടോ? ഇല്ല. ബേസിക്കലി നമ്മൾക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഈ 3 പൊടിയേ ഉള്ളൂ. അത് എൻഹാൻസ് ചെയ്യാൻ കുറച്ച് ജീരകവും മതി. ഈ മുളക് പൊടിനെ പല വിധത്തിലും നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാം. ആ മുളക് മുഴുവനും മുളക് എടുത്തിട്ട് അരച്ചാൽ വേറെ ടേസ്റ്റ്. ആ മുളക് കുറച്ചൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചാൽ വേറെ ടേസ്റ്റ്. ആ മുളക് ചൂടുവെള്ളത്തിലിട്ട് അരച്ചു ഉപയോഗിച്ചാൽ വേറെ ടേസ്റ്റ്. അല്ലാണ്ട് നത്തിങ്. മല്ലി ഉണ്ടെങ്കിൽ പച്ചമല്ലി പൊടിച്ചാൽ ഒരു ടേസ്റ്റ്, പച്ചമല്ലി കുറച്ച് റോസ്റ്റ് ചെയ്താൽ വേറെ ടേസ്റ്റ്. അപ്പൊ ഇൻഗ്രീഡിയൻസിനെ പറ്റി പഠിക്കാത്തോണ്ടാണ് നമ്മൾക്ക് ഇത്ര ബുദ്ധിമുട്ടായിട്ട് കാര്യങ്ങൾ തോന്നുന്നത്. അപ്പൊ ആ ഒരു വീട്ടില് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഹൗ ടു യൂട്ടിലൈസ് ഇറ്റ് ഇൻ ഡിഫറെന്റ് മെത്തേഡ്സ് പഠിക്കാം. ഇപ്പൊ ഒരു തേങ്ങ എടുത്താല് നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പമുള്ള ഒരു മാർഗം ഞാൻ പറയാം. ഒരു തേങ്ങ ചിരവി കഴിഞ്ഞ് പാലെടുത്താലും ഒരു ടേസ്റ്റ്, റൈറ്റ്? തേങ്ങ ചരിവിയത് എടുത്തിട്ട് നമ്മളൊരു ചട്ടിയിലിട്ടിട്ട് വറുത്തിട്ട് ഒന്ന് വറുത്ത് കഴിഞ്ഞാൽ വേറെ ടേസ്റ്റ്. നേരെ മീൻകറിയിലിട്ട് വേവിച്ചാൽ വേറെ ടേസ്റ്റ്. തേങ്ങ അടുപ്പിലിട്ട് ചുട്ടരച്ചാൽ വേറെ ടേസ്റ്റ് അല്ലേ? അപ്പൊ ഹൗ ടു മാനേജ് യുവർ സ്റ്റഫ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. തീർച്ചയായിട്ടും. അപ്പൊ ഇൻഗ്രീഡിയൻസ് ഒരുപാട് ഉണ്ടായിട്ട് കാര്യമില്ല, ഉള്ള ഇൻഗ്രീഡിയൻസിന് നമ്മൾ എങ്ങനെ അത് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലേ? അതെ, ഉള്ള ഇൻഗ്രീഡിയന്റിന് നമ്മളുടെ പാലറ്റിന്, എനിക്ക് എന്റെ കുടുംബത്തിന് ഇഷ്ടമുള്ള ലെവലിലേക്ക് ഞാൻ ആ ഇൻഗ്രീഡിയന്റിനെ മെച്ചൂർ ചെയ്തെടുക്കുക. എരിവുള്ളവർക്ക് ചിലപ്പോൾ എരിവ് ഇഷ്ടമുള്ളവരുണ്ടാവും,
ചിലപ്പോ എരിവ് ഇഷ്ടമില്ലാത്തവരുണ്ടാവും, റൈറ്റ്? അതെ. അപ്പൊ ഞാൻ മിക്സ് ചെയ്യുന്നത് പോലെ ഇരിക്കും അത്. മാമിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിഷ് ഏതാണ് ആക്ച്വലി? അല്ലെങ്കിൽ ആ ഒരു ഡിഷ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഡിഷ് ഉണ്ടാക്കുമ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകണം എന്നുള്ളത് നിർബന്ധമാണ്. ലൈക്ക് നമുക്കൊരു പ്രൊസീജിയർ എല്ലാം കൂടി ഇട്ട് കുക്കറിട്ട് മൂടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ കറിയാവോ? കറിയാവില്ല. ഇല്ല. അപ്പൊ എന്തിനാണ് നമ്മൾ ഓരോന്ന് ആഡ് ചെയ്യുന്ന ഓരോ സമയത്ത്? അത് ഓരോന്നിൻ്റെതായ പ്രോസസ് ഉണ്ട്. ഞാനിപ്പോ പറഞ്ഞില്ലേ, ഉള്ളി വാടണം, പച്ചമുളകിന് ഉള്ളിന്റെ അത്ര സമയം വേണ്ട, ഇഞ്ചി നേരത്തെ ഇട്ടാൽ അടി പിടിക്കും. കുക്കിംഗ് അറിയോ? കുറച്ചൊക്കെ ലിറ്റിൽ ബിറ്റ്. ഇങ്ങനെ ശ്രദ്ധിച്ചോളൂ. ഇനി ഞാൻ പറയുമ്പോ നമ്മള് ഉള്ളി ഇങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കുമ്പോഴേ അത്ര സമയം പച്ചമുളകിന് വേണ്ട. അത് പച്ചമുളക് കുറച്ചു നേരം കഴിഞ്ഞിടും. അത് കഴിഞ്ഞിട്ടാണ് ജിഞ്ചർ ഇടുക. ബിക്കോസ് ജിഞ്ചർ അടിക്ക് പിടിക്കാൻ തുടങ്ങും ആ എണ്ണയിൽ. അപ്പൊ അതിനും കുറച്ച് സമയം മതി. അത് കഴിഞ്ഞ് വെളുത്തുള്ളി ഇട്ട് അതിനും കുറച്ച് സമയം. അത് സോട്ടേ ആകുമ്പോ ഒരു വാസന ഇന്ന് വരാനുണ്ട്. ഒരു ഗ്രീൻ, അതിന്റെ ഗ്രീൻ സ്മെല്ല് ഇങ്ങനെ വരും. ആ സ്മെല്ല് റീറ്റെയിൻ ആവാൻ പാടില്ല. ആ സ്മെല്ല് പോണം, അറ്റ്മോസ്ഫിയറിൽ പോണം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ പച്ചമുളകിന്റെ ഉപയോഗം നമ്മളെ കറിയിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മീറ്റ് ഇട്ട് ആ മീറ്റ് വെള്ള പിങ്ക് കളറായിരിക്കും. ബിക്കോസ് ഓഫ് ദാറ്റ് അത് കട്ട് ചെയ്ത് കൊണ്ടുവന്ന പാട് അത് നമ്മൾ എണ്ണയിൽ വെച്ചിട്ട് ഇങ്ങനെ സോട്ട് ചെയ്യുന്ന സമയത്ത് അത് വൈറ്റ് കളറാവും. ആ മീറ്റ് എന്റെ പിങ്ക്നെസ് ഒക്കെ പോവും. ആ സമയത്താണ് നമ്മൾ ഉപ്പിടുക. അപ്പോഴാണ് ഉപ്പ് ഏറ്റവും പിടിക്കുക. ബിക്കോസ് ആ റെഡ് കളറിൽ നിന്ന് വൈറ്റ് കളറിലേക്ക് പോകുന്ന ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, ആ സമയത്താണ് ഒരു മീറ്റിൽ ഉപ്പ് പിടിക്കുക. ആ ഉപ്പിട്ടാ പോരെയല്ല, ഉപ്പ് എപ്പോ ഇടണം. ആ ഉപ്പിട്ട് ചിലപ്പോ ആ ഉപ്പിടുന്ന സമയത്ത് അത് എക്സാക്ട്ലി കറക്റ്റ് ആവണമെന്നില്ല. എന്നാലും പിന്നെ പോരാത്ത ഗ്രേവി പിന്നെയാണല്ലോ നമ്മൾ വെള്ളം ഒഴിക്കുക. അപ്പൊ അതിനനുസരിച്ച് ഉപ്പ് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ഉപ്പ് അപ്പിടണം. ആ ഉപ്പിട്ട് പിന്നെ അതിന്റെ മസാല ചെടികള് വെള്ളം ആഡ് ചെയ്യുന്നതിന് മുന്നേ മസാല ഇടണം. മസാലയുടെ കുത്തു പോണം, അല്ലെങ്കിൽ മസാലയുടെ ആ ഒരു പച്ചപ്പ് കറിയിലുണ്ടാവും. അത് നമ്മൾ സോട്ടേ ചെയ്യുന്നതിന്റെ കൂടെ എണ്ണയിൽ കിടന്ന മസാല ഒന്ന് സോട്ടാവണം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വെള്ളം ഒഴിക്കുന്നതും പൊട്ടേറ്റോ ഇടുന്നതും. Process we have to make sure that we follow that. That is called consistency of the dish. ഇന്നലെ കഴിച്ച ഡിഷ് തന്നെ ആവണ്ടേ മറ്റന്നാൾ ഉണ്ടാക്കുമ്പോഴും? അത് മാറാൻ പാടില്ലല്ലോ. ആ അമ്മ ഉണ്ടാക്കിയ ടേസ്റ്റ് അല്ലല്ലോ ഇതിനെന്താ ടേസ്റ്റ് വ്യത്യാസം എന്നുള്ള ചോദ്യം വരും. തീർച്ചയായിട്ടും. ഓക്കെ, ഇപ്പൊ ഒരുപാട് ക്യൂസീൻസ് ട്രൈ ചെയ്തിട്ടുണ്ടല്ലോ മാം. ഇനി ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള ഒരു ഡിഷ് ഏതാണ്? അത് പുതുതായിട്ട് ട്രൈ ചെയ്യണമെന്ന് പറയുന്നത് മേ ബി പല ജാതി കൺട്രീസിന്റെ ഫുഡും ഉണ്ടല്ലോ. ലൈക്ക് വെൻ വി ട്രാവൽ ചെയ്യുന്ന സമയത്ത് ട്രാവൽ എക്സ്പീരിയൻസിൽ ഓരോ നാട്ടുകാർ ഉപയോഗിക്കുന്ന അവരുടെ ഓരോ ക്വിസീന് അതിന്റെ ഒരു ഇൻക്വിസിറ്റീവ് ആയിട്ട് അത് കഴിച്ചു നോക്കണം. വൈ ഇസ് ഇറ്റ് ഡിഫറെന്റ്, വാട്ട് മേക്സ് ഇറ്റ് ഡിഫറെന്റ്, അങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ എപ്പോഴും ആഗ്രഹമുണ്ട്. അപ്പോ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നല്ല ഫിഷ് കറി എങ്ങനെ ഉണ്ടാക്കാം ആക്ച്വലി? അതില്ലേ ഭയങ്കര റീജിയണലാ ഈ ഫിഷ് കറി എന്ന് പറയുന്നത്. എവറി 10 kilometers ഇറ്റ് ഇസ് ഡിഫറെന്റ്. ഇപ്പൊ കേരളം പറയുകയാണെങ്കിൽ തന്നെ ഓരോ വീട്ടിലും ഫിഷ് കറിക്ക് ഒരു അലൈൻമെന്റ് ഉണ്ട്. ഇപ്പം മലബാറിൽ വരുമ്പോ നമ്മളിവിടെ കൊടംപുളി മറ്റേ ഉപയോഗിക്കില്ല, കൊടംപുളി. അപ്പൊ നമ്മള് ഇങ്ങോട്ടേക്ക് വരുമ്പോ വാളൻപുളിയാ. അപ്പൊ രണ്ടിനും രണ്ട് ഫ്ലേവറാ. അപ്പോൾ കൊടംപുളിക്ക് ഒരു പുക, ഒരു വേറെ തന്നെ ഫ്ലേവറാ. ഇവിടേക്ക് വരുമ്പോ മോസ്റ്റ്ലി മീൻ കറി ഒന്നിക്ക് മീൻ മുളക് കറി ആയിരിക്കും ഈ മലബാറിലേക്ക് കൂടുതൽ. തേങ്ങ വളരെ കുറച്ച് കുറവാ തേങ്ങാക്കറി. തൃശ്ശൂര് പോയപ്പോ ഞാൻ കണ്ടിട്ടുണ്ട് അവർ കൂടുതൽ തേങ്ങാപ്പാലുകൊണ്ടാണ് മീൻകറി വെച്ചത്. അവിടുന്ന് അങ്ങോട്ട് തൃശ്ശൂര് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അവർക്ക് തേങ്ങ ഇല്ല, കൂടുതൽ കൊടംപുളിയാണ്. അപ്പൊ ഇറ്റ് വേരീസ് എ ലോട്ട് ലൈക്ക് ഫ്രം വൺ ഏരിയ ടു ദ അതർ. അപ്പം മലബാറിലുള്ള ഒരു മീൻകറി എന്ന് പറയുന്നത് there is a very difference in മീൻകറി. സെയിം തേങ്ങ, സെയിം എല്ലാ ഇൻഗ്രീഡിയൻസും ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വാട്ട് ഇസ് ആഡഡ് ഫസ്റ്റ്, വാട്ട് ദ പ്രോസസ് ഓഫ് കുക്കിംഗ്. ചില ആൾക്കാര് ഉള്ളി വാട്ടി കടുകിട്ട്, കടുകല്ല ചെറിയ ഉള്ളി ഇട്ട് എണ്ണയിൽ വഴറ്റി അതിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് വഴറ്റി അതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ച് ആ തേങ്ങ അരച്ചത് നല്ലോണം വെന്ത് വരുമ്പോൾ മീനിടുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാര് ഫിഷ് തക്കാളി, പുളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഇട്ടിട്ട് ഒരു ഗ്രേവി സെറ്റ് ആക്കിയിട്ട് കുക്ക് ചെയ്തിട്ട് പിന്നെ തേങ്ങ ഒഴിക്കുന്നവരുണ്ട്. ഈ പ്രോസസ്സിനെല്ലാം കറക്കി പല ഫ്ലേവേഴ്സാ. ആദ്യം വറവിട്ട് ചെയ്യുന്നതിന് വേറെ ടേസ്റ്റാ, പിന്നെ ഒരു ഉള്ളി വറവിട്ട് ഒഴിക്കുന്നതിന് വേറെ ടേസ്റ്റാ. ഇപ്പൊ മലബാർ മുസ്ലിം കമ്മ്യൂണിറ്റിയിലൊക്കെ അവര് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി മുറിച്ചിട്ടിട്ട് അതിനെ കൊണ്ടാണ് അവര് ടെമ്പർ ചെയ്യുന്നത്. ടെമ്പർ ചെയ്യാന്ന് പറഞ്ഞാൽ തൂമിക്കുക എന്നുള്ളത്. കടുക് വറുക്കുക എന്ന് പറയില്ലേ നിങ്ങളെ ഭാഗത്തേക്ക്, ഇവിടെ തൂമിക്കുക എന്നാ പറയാ.
ഓക്കെ. അപ്പൊ അത് ഈ ഉള്ളി, ചെറിയ ഉള്ളിയും വെളിച്ചെണ്ണ ഇട്ടിട്ടാണ് മലബാരികൾ ചെയ്യുക മുസ്ലിം വീടുകളിൽ. ചില ആൾക്കാർ അതിന് പകരം കടുക്, കറിവേപ്പില ഇടും, വെളിച്ചെണ്ണ. ഇത് പ്രോസസ്സിലും അതിന്റെ കൾച്ചറലി ഒരു കമ്മ്യൂണിറ്റിയിലും ഇറ്റ് ഇസ് വെരി ഡിഫറെന്റ്. നമ്മൾ സംസാരിക്കുമ്പോൾ പറയില്ല എന്റെ വീട്ടിൽ ഇങ്ങനെയല്ല ഉണ്ടാക്കുക, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ്, ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ്. അതാണ് അതിന്റെ വ്യത്യാസം. ഈ അജിനോമോട്ടോയുടെ കാര്യം ചോദിക്കാൻ വന്നതാണ്. ആക്ച്വലി ഇതൊരു നമ്മളതിനെ കാണുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറായ ഒരു കെമിക്കലാണ്. പക്ഷെ ഈ ഹോട്ടൽസിലും റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഒരുപാട് പേര് ഇത് വാസ്റ്റ്ലി യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നു. അപ്പം ആക്ച്വലി എന്താണ് അജിനോമോട്ടോ ആൻഡ് ഇത് എത്രത്തോളം ഇത് ഡേഞ്ചറസ് ആണ് ഹെൽത്തിന്? അജിനോമോട്ടോ ഡേഞ്ചറസ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. അതിന്റെ കൺസ്യൂമിങ് ലെവലാണ് എന്നും. ഇറ്റ്സ് എ സോർട്ട് ഓഫ് ഉമാമി. ഇറ്റ് ഇസ് നോട്ട് എ കെമിക്കൽ, ഇറ്റ് ഇസ് നോട്ട് എ സീവീഡ് ഓർ എനിത്തിങ്. ഇറ്റ് ഇസ് സംതിങ് മെയ്ഡ് ഔട്ട് ഓഫ്. അത് അജിനോമോട്ടോ പറഞ്ഞ ഒരു കമ്പനിയുടെ പേരാ. ചൈനയിലോ ആ ഭാഗത്തുള്ള ഒരു ഏഷ്യൻ കൺട്രിയിലൂടെയോ ഒരു കമ്പനിയുടെ പേരാണ് അജിനോമോട്ടോ. അവർ അവിടുന്ന് ഉണ്ടാക്കിയെടുത്തൊരു പ്രോഡക്റ്റ് ആണ് ഇത്. ടേസ്റ്റ് എൻഹാൻസർ. ഇറ്റ് ഹെൽപ്സ് യു ടു ടേസ്റ്റ്ലെസ് ആയി തോന്നുന്നു. അതിനെയൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാ. അതിനെ നമ്മൾക്ക് ഒരു കെമിക്കലി ബാഡ് എന്ന് പറയാൻ പറ്റില്ല. ദീസ് ആർ ഓൾ മിസ്യൂസ്ഡ്. ഐ മീൻ ലൈക്ക് അതിന്റെ റിയൽ ഒറിജിനൽ സാധനത്തിനെ പലതായിട്ട് മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ബീൻ പാക്ഡ് അണ്ടർ ആ കവറിൽ. അതോ ഇപ്പൊ നമ്മളിവിടെ നാട്ടിലൊക്കെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനം ഉപ്പ് അല്ലേ? ഈ ഉപ്പ് സാധാരണ ചില സമയത്ത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഭരണിയിലിട്ട് കഴിഞ്ഞ് കൈ അതിലിടുമ്പോ വെള്ളമായിരിക്കും. നേരെ മറിച്ച് ഒരു ഫ്രീ പിന്നെ ഫ്ലോയിങ് സോൾട്ട് എന്ന് പറഞ്ഞിട്ട് നല്ല പാക്കുകൾ പോലത്തെ കമ്പനിയുടെ ഒക്കെ ഒരു കവർ ഇങ്ങനെ പൊളിച്ചു കഴിഞ്ഞാൽ അത് കുപ്പിയിലിടുമ്പോൾ ഇറ്റ് ഫോൾസ് സോ സ്റ്റിഫ് ആൻഡ് വെൽ ആൻഡ് ഇറ്റ് സ്റ്റേസ് സോ സ്മൂത്ത് ആൻഡ് നൈസ് ഇൻ യുവർ ബോട്ടിൽ. അപ്പൊ യു തിങ്ക് ഇറ്റ് ഇസ് സോ ഗുഡ്, ദ ഫീൽ ഓഫ് ഇറ്റ്, റൈറ്റ്? ഈ ഉപ്പിന് എന്താ പറ്റിയേ? കല്ലുപ്പ്. അത് 14 ദിവസം ശരിക്കും ഉപ്പിന്റെ വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് പോണം. വെള്ളം പമ്പ് ചെയ്ത് ഫീൽഡ് ചെയ്തതിന്റെ ശേഷം. അത് ചിലപ്പം ഒരു 2 ദിവസത്തെ കുറവുണ്ടെങ്കിൽ ആ ഇവാപ്പറേഷൻ ശരിക്കും നടന്നില്ലെങ്കിൽ ചെറിയ വാട്ടർ കണ്ടന്റ് അതിൽ ബാക്കിയാവും. അത് അറ്റ്മോസ്ഫിയറിക് ഡിഫറൻസിൽ ചിലപ്പോൾ നമ്മുടെ കുപ്പിയിലിട്ട് കഴിഞ്ഞാൽ അത് വെള്ളം യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമ്മൾക്ക് അതിനോട് ഒരു സ്നേഹക്കുറവ് തോന്നും. അതേമാതിരി തന്നെയാണ് നമ്മൾ ഈ പല സാധനങ്ങളും നാച്ചുറലി ഉണ്ടാക്കിയ സാധനങ്ങള് അതിനെ ആൾക്കാര് അതിനെ വേറെ വിധത്തിൽ അതിനെ ചൂഷണം ചെയ്തിട്ടാണ് അതൊരു അൺഹെൽത്തി പ്രോഡക്റ്റ് എന്നൊക്കെ പറഞ്ഞു തീർക്കുന്നത്. അജിനോമോട്ടോ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കമ്പനി, ഇറ്റ്സ് നോട്ട് എ പ്രോഡക്റ്റ്. ഓക്കെ, അതിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ആ ഉപ്പ് പോലത്തെ സാധനത്തിനെയാണ് നാട്ടുകാരെ വിചാരം അത് അജിനോമോട്ടോ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് സംതിങ് കോൾഡ് ഉമാമി ഫ്ലേവർ, ലൈക്ക് ഇറ്റ് ഇസ് എ ക്രിയേറ്റഡ് ഫ്ലേവറിംഗ് ഏജന്റ്. ശരി, അപ്പൊ അതൊരു തെറ്റിദ്ധാരണയായിരുന്നു അല്ലേ? തെറ്റിദ്ധാരണയാണ്, ബട്ട് മിസ്യൂസും ഉണ്ട്. ശരിയാണ്. ഒരു കാലത്ത് വീടുകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഒരു പാചകത്തെ ഈ പ്രൊഫഷണൽ തലത്തിലേക്ക് കൊണ്ടുവന്നപ്പോ നേരിട്ട ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു മാം? ഈ ചാലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് അടുക്കള എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സർവന്റ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ആൾക്കാരെ എത്തായിരുന്നു. സംതിങ് ലോവർ ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാരെത്തായിരുന്നു. അത് നല്ല ഒരു സമ്പന്നരായിട്ടുള്ള ആൾക്കാരൊന്നും കുക്ക് ചെയ്യില്ലായിരുന്നു. അതൊരു സെർവന്റ് ജോബായിരുന്നു എല്ലാ വീടുകളിലും. അതൊരു കായ്മായിട്ടാണ് കണ്ടിരുന്നത് കുക്കിങ്. വലിയ തറവാട്ടിലൊക്കെ അതിനായിട്ടുള്ള ഉണ്ടാക്കാനായിട്ട് അടുക്കളക്കാരി ഉണ്ടാവും, തൂക്കുന്ന ആൾക്കാരുണ്ടാവും എന്നൊക്കെ പറയുന്ന മാതിരി അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പോഴാണല്ലോ മീഡിയ ഇതെല്ലാം വന്നതിന്റെ ശേഷമല്ലേ ഇത് ഇത്രയും സ്ട്രോങ് ആയത്. ദാറ്റ് എന്റെ കാലത്ത്, ബിക്കോസ് ഐ വാസ് ബോൺ ഇൻ 1962. Okay, now I'm 64 years old. എന്റെ ചെറുപ്പകാലത്തൊക്കെ ഞങ്ങളെ ഉമ്മമാരും ആൾക്കാരും ഒന്നും അങ്ങനെ കിച്ചണിൽ വർക്ക് ചെയ്യുന്നില്ല. ചില ദിവസം ഇവര് കിച്ചണിൽ എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് അതൊരു ഭയങ്കര ബഹളവും സംതിങ് ഡിഫറെന്റ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ എന്ന് പറഞ്ഞ മാതിരിയാ. അവർക്ക് ഒരുപാട് ആൾക്കാർ താങ്ങി ഉണ്ടാക്കി കൊടുക്കാനും അതൊരു ചാട്ടന്തല്ല. അവർക്ക് ഇന്നത് അരയ്ക്കാൻ ഒരാൾ, ഇടിക്കാൻ ഒരാള്. ഇറ്റ് ഇസ് എ ഡിഫറെന്റ് അറ്റ്മോസ്ഫിയർ അന്നൊക്കെ കുക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ വന്നത് അങ്ങനത്തെ ഒരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിയിൽ നിന്നാണ്. ഒരിക്കലും എനിക്ക് എന്റെ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോ ഐ വാണ്ടഡ് ടു ഗോ ടു ഇങ്ങനത്തെ ഒരു പ്രൊഫഷണൽ കോളേജിൽ പോയിട്ട് കുക്കറി പഠിക്കണം എന്നുണ്ടായിരുന്നു. അപ്പം അത് ഇറ്റ് ഇസ് നോട്ട് കൺസിഡേർഡ് ആസ് എ വുമൻസ് ജോബ്. ലൈക്ക് ഇറ്റ് ഇസ് നോട്ട് കൺസിഡേർഡ് ആസ് ബീങ് എ ഡോക്ടർ ഓർ എൻ എഞ്ചിനീയർ. ഒരു വെപ്പക്കാരിറ്റി എന്നുള്ള ഒരു ആസ്പെക്ട് ആയിരുന്നു അതിന്. ഈവൻ ഉണ്ടാവുകയായിട്ട് കലാതിലകം ഉണ്ട് അല്ലേ, പാട്ടുകാരുണ്ട്, ഡാൻസുകാരുണ്ട്, പക്ഷെ കുക്കില്ല.
അവർക്ക് ഒരു ക്രൗണും ഇല്ല. Nobody is, not even the government is shaking hands with you saying that it was a good job. അപ്പൊ ആ ഒരു കമ്മ്യൂണിറ്റിക്ക് ആ വാല്യൂ തീരെ കൊടുത്തിട്ടില്ലായിരുന്നു ഒരു കാലഘട്ടം. ഇപ്പൊ നമ്മളൊരു കല്യാണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ, നമ്മൾ ഭക്ഷണം കഴിച്ചു പോയി കഴിഞ്ഞാൽ ആ വിയർപ്പും ആ ഇതും ചെയ്ത ഒരു കുക്ക് എന്ന് പറഞ്ഞ ഒരാൾ അതിന്റെ ഉള്ളിലാണ് ചെയ്യുന്നത്. പക്ഷെ ഈ പണം ചെലവാക്കി കല്യാണം കഴിച്ച ആളോട് നല്ല ഭക്ഷണമായിരുന്നു, താങ്ക് യു, അല്ലെങ്കിൽ അയാളെ കല്യാണത്തിന് പോയപ്പോ കഴിച്ച ഫുഡ് എന്നേ പറയുന്നുള്ളൂ. ഇതിന്റെ ഉള്ളിലുള്ള ആൾക്ക് ഒരു ഇമ്പോർട്ടൻസ് ഇപ്പോഴും കിട്ടൂല. അപ്പൊ വേറെ എന്ത് കല പറഞ്ഞാൽ അതിലൊക്കെ ദേ ഗെറ്റ് ദാറ്റ് പ്രോമിനൻസ് ഇൻ സൊസൈറ്റി. അപ്രീസിയേഷൻ ഇല്ലായിരുന്നു. അത് കാരണമാണ് ഇതില് ഈ പറഞ്ഞ മാതിരി ഈ ഗ്രോത്ത് ഇല്ലാണ്ടായി പോയത്. പിന്നെ അതൊരു സ്ത്രീകളെ ജോലിയാണ്, ഇതൊരു അടുക്കള പണിയാണ്, അത് ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒരു സാധനം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലല്ലേ നിങ്ങൾ അതിനെ നോക്കി കാണുന്നത്. നമ്മളുടെ ആൾക്കാരുടെ മാനസികമായിട്ട് അതിനെ നോക്കുന്നത് എങ്ങനെ? ഹൗ ഡിഡ് വി സ്റ്റാർട്ട് ലൈഫ്? ഇത് ഈ കൊറോണ കാലത്തല്ലേ ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ് വന്നത്? ആ ഒരു സമയത്ത് വേറെ പണിയൊന്നുമില്ല, തിന്നാ ഉണ്ടാക്കുക, ഫോട്ടോ ഇടുക. അന്നൊരു മൊബൈൽ ഫോണിന്റെ കാലം വന്നപ്പോ നീ എന്താ തിന്നുന്നോ ഞാൻ എന്താ തിന്നുന്നത് എന്നുള്ളത് മൊബൈലിൽ ഫോട്ടോ എടുത്ത് വിടുക അല്ലേ? പിന്നെ മാത്രമല്ല, I heard so many people say somebody who's rich enough can make all these things. നിങ്ങൾ ഇങ്ങനെ ഫോട്ടോ ഇടാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ളവരും ഈ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ കാണുമ്പോൾ ഇതൊന്നും ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വാശി പിടിച്ച സമയം ഉണ്ടായിരുന്നു അല്ലേ? ഷോയിങ് പിക്ചേഴ്സ് ഓഫ് വാട്ട് യു ആർ ഈറ്റിംഗ്. നല്ല ഡ്രസ് ഇട്ടിട്ടാണ് എല്ലാരും കാണിക്കുക. കൊറോണ ഇല്ലാത്തപ്പോ പുറത്തു പോകുമ്പോ കല്യാണത്തിന് പോകുമ്പോ നല്ല സാരി കൊടുത്തിട്ട് കാണിക്കുക. ഇതിനിപ്പോ എന്താ കാണിക്കുന്നത്? ഞാനിതാ കഴിക്കുന്നത്. I had this today, I had that today, I was at the Pizza Hut yesterday, today I'm here at McDonald's eating burgers. You think you are showing off there? അപ്പോഴാണ് ഇതിനൊരു ജീവൻ ഒരു സമയമായത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരുപാട് ഇപ്പോൾ സ്ത്രീകൾ, ഇപ്പൊ മാമിനെ പോലെ ഒരുപാട് പേര് ഇപ്പൊ ഈ പുറത്ത് ഇതുപോലെ ഒരു രംഗത്ത് സക്സസ്ഫുൾ ആകണമെന്ന് കരുതുന്ന ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരിക്കും. പക്ഷെ ഇപ്പോഴും അവരുടെ ആ വീട്ടിലെ കിച്ചൺ ലൈഫിൽ മാത്രം ഒതുങ്ങി പോകുന്ന സ്ത്രീകളായിരിക്കും. അപ്പൊ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്താണ്? അവര് തന്നെ വിചാരിച്ചിട്ട് അവിടെ കിച്ചണിൽ ഒതുങ്ങാൻ വിചാരിച്ചാൽ അവർ ഒതുങ്ങിയിട്ട് കിച്ചണിൽ തന്നെ ഉണ്ടാവുള്ളൂ. അവരെന്നെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കാൻ, അവർക്ക് വേണ്ടിയിട്ട് ഒരു സാമ്രാജ്യം ഉണ്ടാക്കാൻ അവർ ശ്രമിക്കണം. അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അത് ഉണ്ടാവണം. ഈവൻ ഐ വോണ്ട് ടു ഡു സംതിങ്. ഒന്നും വേണ്ട, നമ്മൾ ഉണ്ടാക്കുന്ന നമ്മളെ പോലെ എത്ര ആൾക്കാരുണ്ട് വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ കിട്ടാണ്ട്. ഇപ്പം ഒരുപാട് ആൾക്കാര് അവരുടെ വീടല്ലാണ്ട് ദൂരെ സ്ഥലത്തൊക്കെ ജോലി ചെയ്യാൻ പോകുമ്പോൾ അവർക്ക് കുക്ക് ചെയ്യാനൊന്നും പോസിബിലിറ്റി ഇല്ലാത്ത കുറെ ആൾക്കാരില്ലേ? അവർക്കൊക്കെ ഹോം ഫുഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ സച്ച് എ ലക്ഷ്യം. ഇപ്പൊ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ 2 ആൾക്കുള്ള പൂരി ബാജിയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ 4 ആൾക്കുള്ളത് ഉണ്ടാക്കിയാല് ഈവൻ ഇഫ് ഐ ക്യാൻ സെൽ ഇറ്റ് ടു സംബഡി, അതിന് വലിയ പഠിപ്പൊന്നും വേണ്ട, അതിന് ഭയങ്കര ആരെങ്കിലും ഒന്നും ആവണ്ട, എനിക്ക് സംസാരിക്കാൻ പഠിക്കണ്ട, ഐ മീൻ അത് വിൽക്കാൻ പഠിക്കണ്ട, അല്ലെങ്കിൽ അതിന് മാർക്കറ്റിംഗ് ഒന്നും വേണ്ട. ജസ്റ്റ് എ വേർഡ് ഓഫ് മൗത്ത്, ഐ ക്യാൻ ഡു സം ഫുഡ്. ഇഫ് സംബഡി ഈസ് ദേർ, പ്ലീസ് യു ക്യാൻ ആസ്ക് ദം ടു കോൺടാക്ട് മീ. ഐ ക്യാൻ ഗിവ് ദം ദ ഫുഡ് വാട്ട് ഐ മേക്ക് അറ്റ് ഹോം. അല്ലെങ്കിൽ ഇപ്പൊ പ്രിസർവേറ്റീവ്സ്, ഇപ്പൊ പല ജാതി ബോട്ടിൽ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് നമ്മളൊരു അച്ചാറ് കുപ്പിയിലാക്കണമെങ്കിൽ കുപ്പി 1000 വാങ്ങണം, സ്റ്റിക്കർ 1000 അടിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു പേജിൽ 6 സ്റ്റിക്കർ വരെ അടിച്ചു കിട്ടും. ഒരു A4 സൈസിൽ ഒരു 8 സ്റ്റിക്കർ 10 സ്റ്റിക്കർ ഉണ്ടാക്കാം. കുപ്പി ലൂസായിട്ട് വാങ്ങാൻ കിട്ടും. നിങ്ങൾ ഏറ്റവും നന്നായി ഉണ്ടാക്കുന്ന ആ അച്ചാറ് നിങ്ങൾക്ക് ഒരു കുപ്പിയിലിട്ടിട്ട് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചാൽ വിൽക്കാൻ ആരും വേണ്ട. വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടാൽ മതി. തീർച്ചയായിട്ടും. And there is so many systems like Porter, Swiggy. ഇനിയിപ്പോ സ്വിഗ്ഗി ഇല്ലെങ്കിലും പോട്ടെ, ഇപ്പൊ പോർട്ടർ പോലത്തെ ആപ്സ് ഒക്കെ ഇല്ലേ? വിളിച്ചു പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടു തരൂലേ? തീർച്ചയായിട്ടും. ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പഠിക്കുക. പുതിയ ഇപ്പൊ ഞാനൊരു 64 വയസ്സായ ആളാ. ഐ എം നോട്ട് എ സ്വിഗ്ഗി പേഴ്സൺ, ഐ എം നോട്ട് എ ഡിജിറ്റൽ പേഴ്സൺ അല്ല. മേ ബി ഐ ഡോ നോട്ട് ബൈ ഓൺ ഇൻസ്റ്റാഗ്രാം, ഓൺ ഇപ്പത്തെ കാർട്ടിൽ ഇട്ടിട്ട് വാങ്ങുന്നതൊന്നും അത്ര അറിയില്ലായിരിക്കും. ബട്ട് കാലഘട്ടത്തിനനുസരിച്ച് ഞാനും അത് പഠിക്കണമല്ലോ. തീർച്ചയായിട്ടും. ഇപ്പൊ എനിക്ക് വീട്ടിലിരുന്നിട്ട് പാല് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ എടുത്ത് പോയി പാല് വാങ്ങി വരാൻ പറ്റുമോ? ഓട്ടോറിക്ഷ എടുത്ത് പോയി പാല് വാങ്ങി തിരിച്ചു വരുമ്പോഴത്തേക്ക് 4 പാലിന്റെ പൈസയോ? So I must get adjusted to these things. Instamart ആയാലും some people know to look into phone nowadays. Everybody is on YouTube, everybody is on Instagram. അതേമാതിരി ഇതും പഠിക്കുക. ഫോട്ടോ എടുക്കാൻ അറിയാം എല്ലാവർക്കും. ഫോട്ടോ എടുക്കുക, വിൽക്കുക. അതൊന്നും ഇപ്പൊ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. People know that very well. അതെ, എന്തായാലും സാധ്യതകൾ, ഓപ്പർച്യൂണിറ്റീസ് ആക്കിയ നമ്മളത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിലാണല്ലേ? അതെ, opportunities are widely open because of the new digital platforms. തീർച്ചയായിട്ടും. That opportunities can be utilized.
അത്ര തന്നെ. ഓക്കെ, ആക്ച്വലി ഈ കുക്കിംഗ് എന്ന പാഷന് ഇത്രത്തോളം പോപ്പുലർ ആക്കിയത് ഒന്ന് മാം ആണ്, ദെൻ ഷെഫ് പിള്ളയാണല്ലേ. അപ്പോ ഷെഫ് പിള്ളയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബിരിയാണി കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടാവുമ്പോ ഞങ്ങളായിട്ട് ജഡ്ജസ് ആയിട്ട് വരിക. അപ്പം മേ ബി ഷെഫ് ഉണ്ടാവാറുണ്ട്. ഇപ്പം അങ്ങനെയാണ് ഇപ്പൊ ഞാൻ ഇപ്പം ഇവിടെ സൗദി അറേബ്യയിൽ പല സ്ഥലത്തും ഞങ്ങൾ ബിരിയാണി റിവ്യൂ ചെയ്യാൻ പോകും. ഞങ്ങൾ ഈ ബിരിയാണി ഫെസ്റ്റിവൽ നടത്തുമ്പോഴേ വി ക്രിയേറ്റ് എ ലോട്ട് ഓഫ് വുമൻ എന്റർപ്രനേഴ്സ്. അതാണ് ഞങ്ങളുടെ മെയിൻ ടാർഗറ്റ്. ഇപ്പൊ ഒരു ദം സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ആയിരക്കണക്കിന് ആൾക്കാരാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതിൽ നിന്ന് ഒരു ജില്ലയിൽ നിന്ന് 3 ആളെ എടുക്കും. ആ 12 ജില്ലയിലുള്ള 36 ആൾക്കാരും കോമ്പീറ്റ് ചെയ്യും. അതിൽ നിന്നൊരു റാണിയെ തെരഞ്ഞെടുക്കും. സോ ആ ടാസ്കിനാണ് ഞങ്ങൾ ഒന്നിച്ചു കൊടുക്കുക. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മാമിന്റെ ഒരു ബിരിയാണി കഴിക്കണമെന്നുള്ളത്. അതെനിക്ക് പറ്റുന്നില്ലെന്ന് ആലോചിച്ചിട്ട് എല്ലാരും ഇങ്ങനെ പറഞ്ഞോണ്ടിപ്പോ ഞാൻ ലോകം മുഴുവനും ബിരിയാണി ഉണ്ടാക്കാനാവട്ടെ. തീർച്ചയായിട്ടും. ദുബായിൽ ഇപ്പൊ ഷോ തുടങ്ങിയിട്ടില്ലേ? ദുബായിലൊക്കെ ഇല്ലേ? ദുബായിലെ ഷോ കഴിഞ്ഞു വന്നു. ഇനിയിപ്പോ ഞാൻ ഈ മാസം സൗദിയിലാണ്. പക്ഷെ കൊല്ലത്തേക്ക് എപ്പോഴെങ്കിലും ഒരു റെസ്റ്റോറന്റ് കൊണ്ടുവരണം. കൊല്ലത്ത് വിളിക്കൂ, ഞാൻ വരാലോ. തീർച്ചയായിട്ടും. ഞാൻ ഇങ്ങനെ ഇപ്പം ദുബായ് വിളിച്ചപ്പോ ഞാൻ പോയി. ഈ അടുത്ത് ഞാൻ ബാംഗ്ലൂർ വിളിച്ചപ്പോ പോയി. വെരി സൂൺ ഞാൻ കോട്ടയം വരുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും എനിക്ക് കഴിക്കാൻ ഭാഗ്യം കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വന്നാൽ വിളിക്ക്, വെരി ഒരു ബിരിയാണി ഞാൻ ഉണ്ടാക്കി തരാം. അയ്യോ തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഈ ഒരു തിരക്ക് പിടിച്ച സമയത്തും ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിനും ആൻഡ് ഓൾസോ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നതിനും താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ എന്തായാലും ഇതുപോലെ മറ്റൊരു അതിഥിയും കൂടെ കുറെ വിശേഷങ്ങളുമായി അടുത്ത റെഡ് കാർപ്പറ്റിൽ ഞാൻ വരുന്നതാണ്. Till then, this is RJ ശ്രീശാന്ത് signing off. റെഡ് കാർപ്പറ്റ്, എ ഡേ വിത്ത് യുവർ ഫേവറേറ്റ് സെലിബ്രിറ്റീസ്. നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ എത്തുന്നു ആശ്രയ FM 90-ൽ. കേൾക്കാം റെഡ് കാർപ്പറ്റ് സെലിബ്രിറ്റി ചാറ്റ് ഷോയിലൂടെ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ. സ്റ്റേ ട്യൂൺഡ്.